വൻ രക്ഷാപ്രവർത്തനമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യുടെ നേതൃത്വത്തിൽ അരങ്ങേറിയെന്നുള്ളത്. ഇത് ആലപ്പുഴ അടിയൊക്കെ ചെറുത്, പഴയ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത്, അതൊക്കെ ചെറുത്. ഇത് അതിലേറെ തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ അവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ആ വാക്കിപ്പോൾ നമുക്ക് അങ്ങനെ ന്യായീകരിക്കുന്നില്ലല്ലോ നമ്മളാരും. SIT ഒക്കെ രൂപീകരിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട്, കേസുകളൊക്കെ കാര്യമായി വെക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് നമുക്കത് തന്നെ പറയാം. എന്തായാലും മാറാത്തത് മാറും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. മാറാത്തത് മാറുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ മാറ്റം എന്നുള്ളതാണ്. ഇതിനെ ഈ രീതിയിൽ ഇത്രയധികം വിശദമായി ഹർഷൻ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പം മാറാത്തത് മാറും എന്ന് പറയുന്നത് അതൊരു അറം പറ്റിയ വാക്ക് പോലെയാണ് നിലവിലുള്ളത്. ഏറ്റവും ആദ്യം മാറിയിരിക്കുന്നത് ശരിയാണ്, ചരിത്രത്തിൽ ആദ്യമായി BJP ആ കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് കണ്ടത് മുഴുവൻ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ വോട്ട് ചെയ്ത ഈ 101 പേരെയും അവിടെ എത്തിച്ചേർക്കുന്ന എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന മാറ്റങ്ങളാണ് തിരുവനന്തപുരത്ത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. ആദ്യം ഒരു ബ്ലൂ പ്രിൻ്റ്, 45 ദിവസത്തിനുള്ളിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഈ നഗരവുമായി ബന്ധപ്പെട്ട്, നഗരവികസനവുമായി ബന്ധപ്പെട്ട്, നഗരപരിപാലനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമായിരുന്നു. അത് ആമയഞ്ചാൻ തോട്ടലെങ്ങാട്ടാണെന്ന് തോന്നുന്നു നിലവിലുള്ളത്. അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കിട്ടിയേക്കുമായിരിക്കും. അത്തരം മാലിന്യ നീക്കവും അവിടെ ഇല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. പിന്നെ മാത്രം ആദ്യം കുടിവെള്ള പ്രശ്നമായിരുന്നു. കുടിവെള്ള പ്രശ്നത്തിൽ നമുക്കറിയാം ആദ്യത്തെ ഒരു വലിയ അവർ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നമായിരുന്നു. അത് വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പമാണ്, ഞങ്ങൾ അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭരണപരിചയമില്ലായ്മ എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യമായി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമുക്ക് മനസ്സിലായത് മേയറുടെ. പിന്നെ മാത്രമല്ല, കോർപ്പറേഷൻ്റെ വണ്ടികളോ ഒരു സ്ഥലത്തും എത്തിയിരുന്നില്ല. അതുകൊണ്ട് കുടിവെള്ള പ്രശ്നം ഇല്ലാത്തൊരു സ്ഥലമല്ല തിരുവനന്തപുരം. പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്ന മുൻ കോർപ്പറേഷൻ ഭാരവാഹികൾ അതിൽ ഇടപെട്ട്, മേയറടക്കം ഇടപെട്ടുകൊണ്ട് എവിടെയാണോ വെള്ളം ഇല്ലാത്തതെന്നുള്ളത് ആ രീതിയിൽ അപര്യാപ്തത ഒക്കെ മറികടന്നതുകൊണ്ട് പര്യാപ്തമായ രീതിയിൽ ഇവിടെയൊക്കെ വെള്ളം എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രശ്നം കുടിവെള്ളമായിരുന്നു. പിന്നീടാണ് ഇവർക്ക് പൊങ്കാല വന്നത്. അതിലേറെ വലിയ പ്രതിസന്ധിയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലാകെ ഒരു പൊങ്കാല കൊണ്ട് സൃഷ്ടിച്ചത്. കാരണം ഒരു പൊങ്കാല കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് തിരുവനന്തപുരം നഗരം. നല്ല കണ്ണാടി പോലെ ഇരിക്കും ആ റോഡിൽ ഇലയിടണ്ട, അല്ലാതെ തന്നെ ചോറുണ്ടെന്ന് പറയുന്ന അവസ്ഥയിൽ വൃത്തിയായിരിക്കും. റോഡ് മാത്രമല്ല, മുഴുവൻ പരിസരവും, അമ്പലത്തിൻ്റെ പരിസരമാണെങ്കിലും ഇവിടെ ഇത്ര ഒരു കാര്യം നടന്നു എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ നാറി, തിരുവനന്തപുരം മുഴുവൻ മണത്തു. മൂക്ക് പൊത്താതെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ഈ കാര്യങ്ങൾ. അത്രയധികം ഭക്ഷണ വേസ്റ്റും ഇഷ്ടികയും തുടങ്ങി സകല ചടങ്ങിനായി ഉപയോഗിച്ച സകല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ മാലിന്യ നീക്കങ്ങളൊന്നും നടന്നില്ല. അല്ലാതെയുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള മാലിന്യ നീക്കങ്ങളും നടന്നില്ല. ഇതൊക്കെ വലിയ പ്രശ്നമായി പറയുന്നു. പിന്നെ തെരുവുകളൊക്കെ എത്തുന്നില്ല, തെരുവുനായ ശല്യം എന്ന് തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ വോട്ട് ചെയ്ത് അവിടെ കോർപ്പറേഷൻ്റെ തലപ്പത്തിരുത്തിയവർ മൂക്കത്ത് കൈവയ്ക്കുന്ന ഒരവസ്ഥ. അയ്യോ, ഇവരെയാണോ നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്വാഭാവികമെന്നുള്ളത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ VV രാജേഷ് ഈ കാലയളവുകൾ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഒരു വെറൈറ്റി കൊണ്ടുവന്നിരുന്നല്ലോ. ദൈവങ്ങളുടെ മുഴുവൻ പല പേരുകളും പറഞ്ഞുകൊണ്ടും ബലിദാനികളുടെ പേര് പറഞ്ഞതുകൊണ്ടും ഭയങ്കര വെറൈറ്റിയിൽ ഇവർ സത്യപ്രതിജ്ഞ നടത്തി. എന്നിട്ട് അതിനെ നിന്ന് ന്യായീകരിക്കുകയും ചെയ്തു. ന്യായീകരിച്ചിട്ട് മാത്രമല്ല, ഇത് പ്രതിപക്ഷ കക്ഷികൾ കോടതിയിൽ പോയപ്പോഴത്തേനും കോടതി അതെടുത്ത് തോട്ടിക്കളഞ്ഞ് വേഗം 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും പുതിയ സത്യപ്രതിജ്ഞ നടത്തണം എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ VV രാജേഷ് പറഞ്ഞാൽ ഇത് പ്രതിപക്ഷത്തിനാണ് തിരിച്ചടിയായത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കോടതി പറയുന്നത് കേൾക്കും. കാരണം അതിൽ അദ്ദേഹം പറഞ്ഞ ന്യായം ഞങ്ങൾ അയോഗ്യരാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തരം വെറൈറ്റികൾ മാത്രമാണ്, അതായത് വലിയ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്തരം വെറൈറ്റികൾ പിടിക്കുക, ആ വെറൈറ്റികളിൽ നിൽക്കുക എന്നുള്ളത്. അതിങ്ങനെയുള്ള മറ്റൊരു വെറൈറ്റിയാണ് സുഗതൻ എന്നുള്ളത്. സുഗതൻ, ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, സുഗതനാണ് ഈ കോർപ്പറേഷൻ്റെ ഐശ്വര്യം. സുഗതൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്, സുഗതനാണ് കോർപ്പറേഷൻ്റെ ഐശ്വര്യം എന്ന നിലപാടിലാണ് നിലവിൽ അവിടെയുള്ളവർ. കാരണം ഈ മാജിക് നമ്പർ 51 എന്നുള്ളതുണ്ടല്ലോ, ആ 51 ആയിപ്പോയത്. ഒരു ഇത്രയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പം സുഗതന് വേണ്ടി ഈ വക അടിയൊന്നും ചിലപ്പോൾ ആ കോർപ്പറേഷനിൽ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്കത്. ഭരണപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ ഏറ്റുമുട്ടലുണ്ട്. പിന്നൊന്നുള്ളത് സുഗതനും ബുക്കും, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബുക്ക് മിനിറ്റ്സിൽ നേരത്തെ തന്നെ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് ഇല്ലെങ്കിൽ അയോഗ്യത എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇതായിരുന്നു CPM ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ CPMന് അല്പം കാര്യങ്ങൾ മനസ്സിലായി. കാരണം മാർച്ച് 27-നോ മറ്റോ ചേർന്നൊരു കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ സുഗതൻ്റെ ഒപ്പുണ്ട് കടലാസിൽ, മിനിറ്റ്സിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. കോൺഗ്രസ്സിന് ഇപ്പോഴാണ്, ശബരിനാഥൻ അടക്കമുള്ളവർക്ക് ആ കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നതും. അപ്പോഴാണ് ഈ ബുക്ക് വീണ്ടും ചർച്ചയായി വരുന്നത്. ഇങ്ങനൊരു കൗൺസിൽ യോഗത്തിൽ ഇതിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ട്, ഇതിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യപ്പെടുത്തണമല്ലോ ഈ കാര്യം. അപ്പോൾ ഇതിൽ ഒപ്പിടുന്ന പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവർക്കും മനസ്സിലായി ബുക്ക് പ്രശ്നമാണ്. സുഗതൻ വേണമെങ്കിൽ ബുക്ക് വേണം.
അപ്പോൾ വരാത്ത സുഗതനെ ഈ ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ വെളിപ്പെടുന്ന ഒരു രഹസ്യമായി പോയി. ഇതിനൊന്നും തെളിവുമില്ല, ഈ പറയുന്നത് പോലെ കൃത്യമായൊരു തെളിവുമില്ല. അപ്പോൾ ഇതെടുത്ത് പിന്നെ നിയമപരമായ പോരാട്ടത്തിന് പോകണമെങ്കിൽ പോലും ഈ കാര്യത്തിലൊരു വ്യക്തത വരണമല്ലോ. അപ്പോൾ സുഗതനും ബുക്കും നിലവിലൊരു പ്രശ്നമായപ്പോഴാണ് ഇമാതിരി അടിയിലേക്ക് നിലവിൽ കോർപ്പറേഷൻ പോയിട്ടുള്ളത്. എന്തായാലും ഭയങ്കര ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയെങ്കിലും ഇത് വിട്ടുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് ഭരണം നടത്തണം എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ പറയാനുള്ളത്. ഏറ്റവും പ്രാഥമികമായ അവസ്ഥ. കാരണം നമ്മുടെ സ്ഥിരാകേന്ദ്രമാണല്ലോ അവിടെ മുഴുവൻ, നമ്മുടെ തലസ്ഥാന നഗരിയാണല്ലോ. തീർച്ചയായും അവിടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് അത്രയധികം അധ്വാനത്തിൽ കിട്ടിയ ഒരു ഭരണം തന്നെയാണ് BJPയെ സംബന്ധിച്ച് തീർച്ചയായും. പക്ഷെ അവർക്കത് കൃത്യമായി അതിനെ പിന്നെ നോക്കി നടത്തി അതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കഴിവുകേടല്ലേ സത്യത്തിലത്.